ഗാസയിൽ ഇസ്രായേൽ അതിശക്തമായ ആക്രമണം തുടരുന്നു. അതിനിടയിൽ ഗാസ സിറ്റി പിടിക്കാൻ വമ്പൻ ഒരുക്കങ്ങളുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുന്നതായും റിപ്പോർട്ടുകൾ വന്നു. സമാധാന ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഇസ്രായേലിൻ്റെ നീക്കം. അതിനൊപ്പം മറ്റൊരു പ്രധാന റിപ്പോർട്ടും പുറത്തു വരുന്നു. ഇറാൻ്റെ നാവികസേന വിപുലമായ മിസൈൽ ഡ്രോൺ അഭ്യാസത്തിനായി തയ്യാറെടുക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേലുമായുള്ള 12 ദിവസത്തെ യുദ്ധം ഉൾപ്പെടെ സമീപ വർഷങ്ങളുടെ ഇറാൻ്റെ യുദ്ധ പ്രതിരോധ അനുഭവങ്ങൾ ഈ അഭ്യാസങ്ങളിൽ ഉപയോഗപ്പെടുത്തുമെന്നാണ് സൈനിക വക്താവ് ഇറാൻ മാധ്യമമായ തെഹ്റാൻ ടൈംസിനോട് പറഞ്ഞത്. ബുധനാഴ്ച ഡ്രില്ലിനുള്ള ഒരുക്കങ്ങൾ സമഗ്രമായി അവലോകനം ചെയ്തുവെന്നും വ്യാഴാഴ്ച ഡ്രിൽ നടത്തുമെന്നും വൈസ് അഡ്മിറൽ അബ്ബാസ് ഹസാനി പറഞ്ഞു. ഇറാൻ്റെ തെക്കേ അറ്റത്തെ അതിർത്തിയിലുള്ള വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഒമാൻ കടലിലും സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശത്തായിരിക്കും അഭ്യാസങ്ങൾ നടത്തുകയെന്നും അദ്ദേഹം തെഹ്റാൻ ടൈംസിനോട് പറഞ്ഞു. ഞങ്ങൾ സാഹചര്യങ്ങൾ അവലോകനം ചെയ്തു. അവയിൽ പ്രതിരോധ ആക്രമണ തന്ത്രങ്ങൾ ഉൾപ്പെടുന്നു. ഒരു യുദ്ധക്കപ്പൽ മുക്കുന്നത് മുതൽ ശത്രു മിസൈലുകൾ തടയുന്നത് വരെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ നാവികസേന ഏത് ഭീഷണിയെയും നേരിടാൻ സജ്ജമാക്കും, വൈസ് അഡ്മിറൽ അബ്ബാസ് ഹസാനി ബുധനാഴ്ച പറഞ്ഞു. അണ്ടർ വാട്ടർ വ്യോമ യുദ്ധ യൂണിറ്റുകൾ ഉൾപ്പെടെ വിവിധ നാവിക യൂണിറ്റുകൾ ഈ അഭ്യാസത്തിൽ പങ്കെടുക്കും. തീരദേശ കടൽ മിസൈൽ സൈറ്റുകളും കടലധിഷ്ഠിത മിസൈൽ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിക്കും. പരീക്ഷിക്കാൻ തയ്യാറായ ഹ്രസ്വദൂര, മധ്യദൂര, ദീർഘദൂര പ്രൊജക്ടൈലുകളും ഡ്രില്ലിലുണ്ടാകും. അഭ്യാസത്തിന് 2 പ്രധാന ലക്ഷ്യങ്ങളുണ്ടെന്ന് വൈസ് അഡ്മിറൽ വിശദീകരിച്ചു. പ്രതിരോധം സൃഷ്ടിക്കുക, ഇറാനിലെ ജനതയ്ക്ക് രാജ്യത്തിൻ്റെ സായുധസേന സജ്ജരും ജാഗ്രതയുള്ളവരുമാണെന്ന് ഉറപ്പാക്കുക. ഇറാൻ ഒരിക്കലും ആക്രമണകാരിയല്ല. നമ്മുടെ സൈനിക ശക്തി എപ്പോഴും നമ്മുടെ ഭൂമിയെയും ജനങ്ങളെയും സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ശത്രുവിനെതിരായ പോരാട്ടത്തെ നാം പവിത്രമായി കാണുന്നത്. ഇറാൻ്റെ സുരക്ഷയ്ക്കും സമൃദ്ധിക്കും വേണ്ടി സൈന്യം അവസാന തുള്ളി രക്തം വരെ പോരാടുമെന്ന് ഇറാൻ ജനത അറിയണം, വൈസ് അഡ്മിറൽ അബ്ബാസ് ഹസാനി പറഞ്ഞു. ജൂണിൽ ഇസ്രായേലുമായി നടന്ന 12 ദിവസ യുദ്ധം ഏത് നിമിഷവും പുനരാരംഭിക്കാമെന്ന സൂചന ഇറാൻ നൽകുന്നുണ്ട്. സായുധസേന ആ സാധ്യത കണക്കിലെടുത്തിട്ടുണ്ടെന്നും ഇറാൻ്റെ സൈനിക ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും സമീപ ആഴ്ചകളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ മറ്റൊരു യുദ്ധം ആരംഭിക്കാൻ തീരുമാനിച്ചാൽ ഇറാൻ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ നന്നാക്കാനും ശക്തിപ്പെടുത്താനും പുതിയ തലമുറ ആയുധങ്ങൾ വിന്യസിക്കാനും പദ്ധതിയിടുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണവും ഇറാനിലെ സൈനികാഭ്യാസവും തമ്മിൽ ബന്ധമുണ്ടെന്നും വിലയിരുത്തലുണ്ട്. ഗാസ സിറ്റി പിടിക്കാൻ 10,000-കണക്കിന് റിസർവ് സേനാംഗങ്ങളെ ഇസ്രായേൽ തിരിച്ചു വിളിച്ചു. സിറ്റിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് വീടുകളിൽ ഇസ്രായേലിൻ്റെ നോട്ടീസ് ലഭിച്ചു തുടങ്ങി. ഗാസയിലേക്ക് ടെൻറ്റുകൾ ഉൾപ്പെടെയുള്ള സഹായ വസ്തുക്കൾ ഇസ്രായേൽ ഇപ്പോഴും കടത്തിവിടുന്നില്ലെന്നും രാജ്യാന്തര സഹായ ഏജൻസികൾ ആരോപിച്ചു. 13 ലക്ഷം പേർക്ക് ടെൻറ്റ് ആവശ്യമുണ്ടെന്നാണ് UN കണക്ക്. അറബ് രാജ്യങ്ങൾ മുൻകൈയെടുത്ത് നടത്തുന്ന ചർച്ചകളിലെ നിർദ്ദേശങ്ങൾ സമ്മതമാണെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം യുദ്ധം അവസാനിപ്പിക്കണമെന്നും ബന്ദികളെ തിരിച്ചയക്കണമെന്നും ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ കനത്ത പ്രതിഷേധം തുടരുകയാണ്.